രാവിലെ തന്നെ ഈ പൊണ്ണം ബാഗെല്ലാം കൂടെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു വാട്ടർ തീം പാർക്കിലേക്കാണ്. മലേഷ്യയിൽ 2 ദിവസം അവധിയാണ്. തുവിക്ക് വാട്ടർ തീം പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ ബഹളം. എങ്കിൽ പിന്നെ കൊണ്ടുപോകാന്ന് കരുതി കാറിലിരുന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട് കട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. വാട്ടർ തീം പാർക്കിലേക്ക് ഫുഡ് ഐറ്റംസും വെള്ളവും ഒന്നും കയറ്റാൻ അവർ സമ്മതിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 18 കിലോമീറ്റർ നീളമുള്ള കടലിന് മുകളിൽ കൂടെ പോകുന്ന ഒരു ബ്രിഡ്ജാണ്. ഇന്ന് തൂക്കുട്ടി കാറിനകത്ത് കയറി കഴിഞ്ഞിട്ട് കളറിങ്ങാണ് പരിപാടി. ചില ദിവസം പാട്ട് കേൾക്കലാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആവേശം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് അവന് ഏറ്റവും ഇഷ്ടം. ഒരു ദിവസം ഏതോ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവൻ പറയാ, ഇതാണ് മയൂരി ബാർ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. പിനാങ് ഐലൻഡ് എന്ന് പറയുന്നതിനെയും പിനാങ് മെയിൻലാൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ 18 കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു ടോളുണ്ട്. ആ ടോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ റോഡാണ്. ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ 2 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണുന്ന പോലെ ഇവിടെ അങ്ങനെ കാഴ്ചയൊന്നും കാണാനില്ല. കണ്ണത്താ ദൂരത്ത് പാം ട്രീസ് മാത്രമേ ഉള്ളൂ. ഈ പാം ട്രീയിൽ നിന്നാണ് പാം ഓയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. മലേഷ്യ പാം ഓയിൽ ഉൽപ്പാദനത്തിൽ ഒന്നാമത് തന്നെ നിൽക്കുന്ന രാജ്യമാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന R&R എന്ന് വിളിക്കുന്ന റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ സെന്ററിലാണ്. ലോങ് ഡ്രൈവ് ചെയ്തു പോകുന്നവർക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിടാനും കുറച്ചു നേരം ഒന്ന് ക്ഷീണം തീർക്കാനും അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കുകയോ ബാത്റൂമിൽ പോവുകയോ, പിന്നെ ഇതൊരു മുസ്ലിം കൺട്രിയാണ്, അവർക്ക് സമയത്ത് നിസ്കരിക്കണം, അങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ R&R. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മലേഷ്യയുടെ തനതായ വിഭവങ്ങൾ തന്നെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് വെസ്റ്റേൺ ഫുഡും കിട്ടും. ഫ്രൂട്ട്സ് വേണ്ടവർക്ക് അതും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ബാത്റൂമിലും പോയി പിന്നെ R&R നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഈ R&R മാനേജ് ചെയ്യുന്ന ഗവൺമെൻറ് ആണോ അതോ വല്ല കമ്പനിക്കും ലീസ് കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല വൃത്തിയിലാണ് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല വൃത്തി എന്ന് വെച്ചാൽ ബാത്റൂമിലൊന്നും കയറിയ ഒരു ശകലം വാടയില്ല. 177 കിലോമീറ്റർ ഉണ്ട് പിനാങ്ങിൽ നിന്നും ഇപ്പോയിലുള്ള ലോസ്റ്റ് വേൾഡ് ഓഫ് തമ്പൂനിലേക്ക്. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ള മലകളാണ് കൂടുതലും കാണുന്നത്. അവസാനം എത്തി ഗൈസ്. നമ്മൾ നോക്കി കാത്ത് വന്ന സ്ഥലം എത്തി. നല്ല സൂപ്പർ സ്ഥലം, പൊളി മോനെ. ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് തൃശ്ശൂർ പൂരമാണോ ഇവിടെ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലോട്ടാണെങ്കിൽ ഒരാളെ അല്ലാതെ വേറെ ആരും കയറ്റി വിടുന്ന പോലുമില്ല. ഞങ്ങളതുകൊണ്ട് മാറി നിൽക്കുകയാണ്. ഈ കൊച്ചുകുരുപ്പാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കയറ്റി വിടുമെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. ഇവൻ്റെ ബഹളം കേട്ടിട്ട് ഇനി ഞങ്ങളെ ഇറക്കി വിടാതിരുന്നാൽ മതി. 2 അഡൾട്ട്സിനും ഒരു ചൈൽഡിനൂടെ 398 റിങ്കറ്റാണ് ടിക്കറ്റ് പ്രൈസ് ആയത്. നീ അവിടെ പോയി നിൽക്കി, ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു വിട്ടു. അവനിപ്പോൾ എന്ത് കൂത്തായി കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ടിക്കറ്റൊക്കെ കാണിച്ചപ്പോൾ സുന്ദരിയായ ഒരു ചേച്ചി വന്ന് 3 പേരുടെയും കയ്യിൽ ഓരോ ടാഗ് ഒട്ടിച്ചു. അതുകൊണ്ട് അകത്തോട്ട് കയറിയപ്പോൾ കിടക്കുന്ന ടോയ് ഷോപ്പിന്റെ നടുക്കൂടെയാണ് യാത്ര. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ പിള്ളേർ ബഹളം വെക്കാതിരിക്കുന്നത്? കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 4 ടോയ് വാങ്ങിക്കാൻ. അപ്പം പിന്നെ ദൂയുടെ കാര്യം പറയണം. ഓരോ ടോയ്സ് കാണുമ്പോഴും ദൂ പറയാമേ എനിക്ക് അത് വാങ്ങിച്ചേ, ഇത് വാങ്ങിച്ചതെന്നൊക്കെ. തിരിച്ചിറങ്ങുമ്പോൾ വാങ്ങിച്ചുതരാം മക്കളെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവനെ പറ്റിച്ചകത്ത് കൊണ്ടുപോയി തിരിച്ചിറങ്ങുന്ന ഈ വഴിയാവല്ലേ ദൈവമേ എന്ന് സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ. ഇത് ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു മെഷീനാണ് കേട്ടോ. സേഫായിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് പോകാം. ദൂക്കുട്ടി വാട്ടർ തീം പാർക്കിനുള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് ആകെ എക്സൈറ്റഡ് ആണ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഓടി നടക്കുമായിരുന്നു. ഇവിടെ ചെറിയ ജനൽ പോലെ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റ്സാണ് കേട്ടോ. അവിടെ ടേബിൾസും ചെയർസും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫുഡ് വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ബാത്റൂംസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. കൊച്ചുകുട്ടികളെയൊക്കെ പബ്ലിക്കായിട്ട് നിർത്തി ഡ്രസ്സ് മാർക്ക് നോക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ സൈഡിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ. ഇപ്പോയിലെ സ്പെഷ്യാലിറ്റി ഫുഡുകളാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കോഴിക്കോടൻ ബിരിയാണി, തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ രസവട, അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഫുഡില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. എവിടെ ചെന്നാലും ഈ കുഞ്ഞ് ഇതേപോലത്തെ ഗുസ്തിയാണ് കേട്ടോ. വീട്ടിൽ TV കാണുന്ന തലയും കുത്തിയിരുന്ന എത്ര വഴക്ക് പറഞ്ഞാലും അടങ്ങിയിരിക്കത്തില്ല. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ആ മരത്തിൻ്റെ പുറകിൽ പോയി നിന്ന് എന്നെ രംഗ കളിച്ച് കാണിക്കുവാ. ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ പൂളിന്റെ സെക്ഷൻ ആണ്. വലിയവരുടെ പൂളിന്റെ സെക്ഷൻ വേറെയുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പെറ്റിംഗ് സൂ പോലെയുണ്ട്. ജിറാഫ്, ഹിപ്പോ, അങ്ങനെ കുറച്ച് ആനിമൽസിനെയൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അതിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ നൈറ്റ് സഫാരി ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ദുബിക്ക് ഒരു 2-2.5 വയസ്സുള്ള സമയത്ത് ഇതിനു മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 2 വയസ്സിലാണെന്ന് തോന്നുന്നു. അവന് പക്ഷേ അതൊന്നും ഓർമ്മയില്ല. അന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈറ്റ് സഫാരി എടുത്ത്. ഞങ്ങൾ വന്നപ്പോൾ 6 മണിയായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് സഫാരിയുടെ ടിക്കറ്റ് മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. അന്ന് അപ്പോൾ ഞങ്ങൾ കുറേ ബേർഡ്സിനെ, സ്നേക്കിനെ, ടാപ്പിറിനെ ഒക്കെ കണ്ടായിരുന്നു.
ഞാനും കയറി ഗൈസ് ഇങ്ങനത്തെ സ്ലൈഡിലൊക്കെ. സത്യം പറഞ്ഞാൽ ഇത് കയറി കഴിയുമ്പോൾ വയറ്റിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. എങ്കിലും നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ റോളർ കോസ്റ്ററിലൊക്കെ കയറിയായിരുന്നു. ദുബി ഫസ്റ്റ് ടൈമാണ് റോളർ കോസ്റ്ററിൽ കയറുന്നത്. അവനോട് ഞാൻ പറഞ്ഞു, നിനക്ക് പേടി വരുവാണെങ്കിൽ നീ പേടിക്കണ്ട, വെപ്രാളപ്പെടണ്ടെന്ന് പറഞ്ഞു. അവനത് കയറി അങ്ങോട്ട് ഓടി തുടങ്ങിയപ്പോൾ തന്നെ കൂവാൻ തുടങ്ങി. കൂവല് പിന്നെ നിർത്തിയത് തോന്നുന്നു ആ വണ്ടി നിർത്താൻ നേരം. ഭയങ്കര കൂവല്ലായിരുന്നു. ഈ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവേ ദൂവി കിടന്ന് കൂവുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ പേടി മൊത്തം അവൻ്റെ കൂവല് കണ്ടപ്പോൾ തീർന്നു. ഞങ്ങൾ ഈ പൂളിലെത്തിയപ്പോഴത്തേക്ക് 2 മണിയായി. അപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചിരുന്ന ആഹാരം കഴിച്ചിട്ട് വരാം, അപ്പോഴത്തേക്ക് മഴ മാറുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റിയില്ല ഗൈസ്. കാരണം മഴ കാരണം ഒരു തരത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര തണുപ്പ് പോയി. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങി. ദുവി ഭയങ്കര കരച്ചിലായിരുന്നു. ദുവിക്ക് വീണ്ടും പോകണം എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി. തിരിച്ചു വരുന്ന വഴിക്ക് വിഷ്ണുവിനെ ഫുള്ള് കളിയാക്കുമായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എല്ലാം ഇങ്ങനെയാണല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ watching.